ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഇസ്റാഇന്റെ തഫ്സീറാണ്. 79 ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിൽ നാം ഈ സൂറത്തിലെ വിശദീകരിച്ചത്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച വിഷയം, അല്ലെങ്കിൽ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ അവരുടെ മേലെ ശിക്ഷ നടപ്പിലാകും എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയായിരുന്നു. അത് മുൻകഴിഞ്ഞു പോയ റസൂലുകൾ നിയോഗിക്കപ്പെട്ട സമൂഹങ്ങളിലെല്ലാം നടന്നിട്ടുള്ള സുന്നത്താണ്. അവരുടെ നബിയെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അവരുടെ മേലെ ശിക്ഷ ഇറങ്ങുമെന്നുള്ളത്. അതിന്റെ തുടർച്ച എന്നോണം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അടുത്ത ആയത്തുകൾ 80-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. വഖുൽ, നബിയെ പറയുക, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, റബ്ബേ നീ എന്നെ പ്രവേശിപ്പിക്കണം സത്യത്തിന്റെ ഒരു പ്രവേശന മാർഗം. അതാണ് മുദ്ഖല സിദ്ഖ് എന്ന് പറഞ്ഞാൽ, സത്യത്തിന്റെ പ്രവേശന മാർഗത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കണം. വഅഖ്രിജ്നി, നീ എന്നെ പുറപ്പെടുവിക്കണം, പുറത്തേക്ക് എത്തിക്കണം. മുഖ്റജ സിദ്ഖിൻ, സത്യത്തിന്റെ പുറപ്പെടുന്ന ഒരു ഭാഗത്തിൽ നിന്ന് പുറപ്പെടുവിക്കുകയും വേണം. വജ്അൽ ലീ, എനിക്ക് നീ ആക്കി തരണം, മിൻ ലദുൻക, നിന്നിൽ നിന്ന്, സുൽത്താനൻ നസീറ, സഹായമായിട്ടുള്ള വലിയൊരു സുൽത്താൻ, ഒരു ആധികാരിക ശക്തി നീ എനിക്ക് ആക്കി തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി പറയാം. അതുപോലെ തന്നെ തൊട്ടടുത്ത ആയത്തിൽ വഖുൽ, നബിയെ പറയുക, ജാഅൽ ഹഖ്, ഹഖ് സത്യമിതാ എത്തിയിരിക്കുന്നു. വസഹഖൽ ബാതിലു, ബാതിൽ അഥവാ അസത്യം അത് ഇല്ലാതായിരിക്കുന്നു, മാഞ്ഞു പോയിരിക്കുന്നു. ഇന്നൽ ബാതില കാന സഹൂഖ, തീർച്ചയായിട്ടും ബാതിൽ അസത്യമായിട്ടുള്ളത് അതെല്ലാം കാന സഹൂഖ, മാഞ്ഞു പോകുന്നതും നശിക്കുന്നതുമാണ് എന്ന് പറയുകയാണ്. ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്, സബബുൻ നുസൂൽ. ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായിട്ടുൽ ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമക്കത സുമ്മ ഉമിറ ബിൽ ഹിജ്റതി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്നു. അങ്ങനെ ഹിജ്റ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. ഹിജ്റക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം മക്കയിൽ അവിടുത്തെ ആളുകളെ ദഅവത്ത് ചെയ്തു, തൗഹീദിലേക്ക് ക്ഷണിച്ചു. അവസാനം ഹിജ്റക്ക് വേണ്ടി കൽപ്പിക്കപ്പെട്ടപ്പോൾ ഫഅൻസലല്ലാഹു തആല, അല്ലാഹു തആല ഈ ആയത്തിറക്കി, വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ എന്നുള്ള ഈ ആയത്ത് അപ്പോഴാണ് ഇറക്കിയത് എന്ന് കാണാൻ സാധിക്കും. അപ്പോ ഒരു നാട്ടിൽ നിന്ന് പോയി മറ്റൊരു നാട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോ ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. ഹിജ്റക്ക് കൽപ്പിച്ചുകൊണ്ട് ഹിജ്റക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടുള്ള ആയത്താണ് ഈ ആയത്ത്. ഹസൻ ബസ്രി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, മക്കയിലെ കുഫാറുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയാനും അല്ലെങ്കിൽ നാട് കടത്താനും ഉപദ്രവിക്കാനും വേണ്ടി കൂടി ആലോചിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു, അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് പറഞ്ഞു? ഹിജ്റക്ക് വേണ്ടി പറഞ്ഞു, ഹിജ്റ ചെയ്യാൻ വേണ്ടി അനുവാദം കൊടുത്തു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത് എന്ന് കാണാം. അതുപോലെ ഖതാദ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന എടുത്തു പറഞ്ഞു, വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, ഒരു സത്യത്തിന്റെ പ്രവേശന മാർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് ഉദ്ദേശിച്ചത് യഅനി അൽ മദീന. എന്താണ്? മദീനയാണ്. എങ്ങനെയാണ് പ്രവേശിക്കാൻ പോകുന്നത്? മദീനയിലേക്കാണ്. അപ്പൊ മുദ്ഖല സിദ്ഖ് എന്ന് പറഞ്ഞാൽ അത് മദീനയാണ്. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, മുഖ്റജ സിദ്ഖ് അങ്ങനെ പറഞ്ഞാൽ യഅനി മക്ക, അത് മക്കയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് കാണാം. ഖുർആനിൽ 5 സന്ദർഭങ്ങളിലാണ് സിദ്ഖ് എന്നുള്ള പദത്തിനോട് ഇളാഫത്ത് ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മുഖ്റജ സിദ്ഖ്, മുദ്ഖല സിദ്ഖ്. മറ്റൊന്ന് മഖഅദ സിദ്ഖ്, അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം പറയുന്നിടത്ത്. പിന്നെ ഒന്ന് ലിസാന സിദ്ഖ്, സത്യത്തിന്റെ സംസാരം, സത്യമായിട്ടുള്ള വാക്കുകൾ. മറ്റൊന്ന് ഖദമ സിദ്ഖ്, സിദ്ഖിന്റെ കാലടിപ്പാട് അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ 5 സ്ഥലങ്ങളിലാണ് സിദ്ഖിനോട് ഇളാഫത്ത് ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹി 5 എണ്ണം വിശാലമായ ഒരു കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിൽ ഇളാഫത്ത് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ വന്നിട്ടുള്ളത് 2 സ്ഥലങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ഒന്ന് സത്യത്തിന്റെ പ്രവേശന മാർഗം, അത് മദീനയാണ്. സത്യത്തിന്റെ പുറപ്പെടുന്ന മാർഗം അത് മക്കയുമാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഹിജ്റ കൽപ്പിച്ചുകൊണ്ടിറങ്ങിയ ആയത്താണിത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നത് സിദ്ഖിന്റെ, സത്യത്തിന്റെ പാതയിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന്. എന്നിട്ട് ഈ ആയത്തിന്റെ അവസാനത്തിൽ വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ, വജ്അൽ ലി, നീ എനിക്ക് ആക്കിത്തരണം, മിൻ ലദുൻക, നിന്നിൽ നിന്ന്, സുൽത്താനൻ നസീറ, ഒരു സഹായമായിട്ടുള്ള വലിയൊരു ശക്തി എനിക്ക് ആക്കിത്തരണമെന്ന് പറയാണ്. അപ്പൊ എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കുന്ന സമയത്ത്, മക്കയിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ കുടുംബക്കാരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സംരക്ഷിച്ചിരുന്ന, സാമ്പത്തികമായിട്ടും അധികാരം കൊണ്ട് ഉപദ്രവങ്ങളിൽ സംരക്ഷിച്ചിരുന്ന ആരായിരുന്നു? അബൂ താലിബ് ആയിരുന്നു. അല്ലെങ്കിൽ മാനസികമായിട്ടും എല്ലാ രീതിയിലും ഒപ്പം ഉണ്ടായിരുന്നത് ഖദീജ ബീവിയാണ്. ഇവർ രണ്ടുപേരും മരണപ്പെട്ട് കുടുംബക്കാരുമില്ല, ആരുമില്ലാതെ എല്ലാ നിലയിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടുന്ന് ഹിജ്റ പോകുന്ന, അത്രയും ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോൾ ഹിജ്റ പോകാനുള്ള കൽപ്പനയും തീരുമാനം വരുന്നത്. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരു അധികാരശക്തി, ഒരു സഹായം നീ എനിക്ക് നൽകണമേ എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു കിസ്റ, കൈസർ, അല്ലെങ്കിൽ റോമിലെയും പേർഷ്യയിലെയും എല്ലാം അധികാരങ്ങൾ, അതിന്റെ സ്വത്തും സമ്പത്തും അതുപോലെ എല്ലാ രീതിയിലുള്ള അധികാര ശക്തിയും നിനക്ക് ലഭിക്കും, അങ്ങനെ ഒരു കാലം വരാനുണ്ട് എന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഖതാദ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയാണ്, ഇന്ന നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിമ അല്ലാ തുഅഖത ലഹു ബിഹാദൽ അംർ ഇല്ലാ ബിസുൽത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം ഈ ഹിജ്റ പോകാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും എന്തില്ല, ഒരു കഴിവില്ല, അല്ലാഹു തആല ഒരു അധികാരവും ശക്തിയും സഹായവും നൽകിയാനല്ലാതെ ഒന്നിനും സാധിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുൽത്താനൻ നസീറ, സഹായം തേടണം. എന്തിനു വേണ്ടിയാണത്? അള്ളാഹുവിന്റെ കിതാബിന്റെ ആ വഹി പൂർത്തീകരിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ, അള്ളാഹുവിന്റെ ദീന് നിലനിർത്താൻ, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഈ ഒരു അധികാര ശക്തി ചോദിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ചില അധികാര ശക്തി നൽകിയിട്ടുണ്ടാവും. അതില്ലായിരുന്നുവെങ്കിൽ ദുനിയാവിൽ ഒരുപാട് ഫിത്നകൾ നടന്നിട്ടുണ്ടാവും. ശക്തിയുള്ളവർ ശക്തിയില്ലാത്തവരെ ആക്രമിക്കുന്ന, അല്ലെങ്കിൽ കഴിവുള്ളവർ കഴിവില്ലാത്തവരെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ ഒരു അധികാര ശക്തി അല്ലാഹു തആല എല്ലാ കാലഘട്ടത്തിലും ഏതെങ്കിലും ഒരു കൂട്ടർക്ക് അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കും.
അത് ഇസ്ലാമിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു രാജ്യമാവട്ടെ, ഒരു വീടാവട്ടെ, ഒരു സ്ഥാപനമാവട്ടെ, ഒരു അധികാര ശക്തിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ രാജ്യത്തിന്റെയോ ആ സ്ഥാപനത്തിന്റെയോ ആ സംവിധാനത്തിന്റെയോ കാര്യങ്ങൾ കൃത്യമായി നടന്നു പോവുകയുള്ളൂ. അപ്പൊ ഏതൊരു കാര്യത്തിനും ഇതുപോലൊരു സഹായവും ശക്തിയും വേണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ഏതൊരു കാര്യവും ഇറക്കിയിട്ടുമുള്ളത്. അതിന് ഏറ്റവും നല്ലൊരു ആയത്തുകളാണ്, മനസ്സിലാക്കി തരുന്ന ആയത്താണ് സൂറത്തുൽ ഹദീദിലെ 25-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഹദീദിൽ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, തീർച്ചയായിട്ടും നാം നമ്മുടെ റസൂലുകളെ നിയോഗിച്ചു വ്യക്തമായ രേഖകൾ കൊണ്ട്, ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്. വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ, അവരോടൊപ്പം നാം കിതാബ് ഇറക്കി, കിതാബുകൾ അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. വൽ മീസാൻ, ഒരു ത്രാസും. എന്തിനാണത്? ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, നീതിപൂർവ്വം ജനങ്ങൾക്കിടയിൽ നിലകൊള്ളാൻ വേണ്ടിയിട്ട്. ത്രാസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നീതിപൂർവ്വം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്നാമത് എന്താ പറഞ്ഞത്? കിതാബിന് ഇറക്കി കൊടുത്തിട്ടുണ്ട് നീതിപൂർവ്വം കാര്യങ്ങൾ നടപ്പിലാക്കാനും പഠിപ്പിക്കാനും. എന്നിട്ട് അള്ളാഹു പറയാണ് വഅൻസൽനൽ ഹദീദ്, അതുപോലെ തന്നെ ഇരുമ്പിനെയും നാം ഇറക്കിയിട്ടുണ്ട്. ഫീഹി ബഅസുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് വളരെയധികം ഉപകാരം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ ഇരുമ്പ് കൊണ്ടുണ്ട്. പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നിടത്ത് കാണാം, ഒന്ന് കിതാബാണ്, ഒന്ന് ഇരുമ്പാണ്. ഇരുമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുധങ്ങളാണ്, അഥവാ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. കിതാബ് കൊണ്ട് ദീന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെ എതിർത്ത് വരുന്ന ശത്രുക്കളെ, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ശത്രുക്കളെ അവരുടെ മേലെ നടപ്പിലാക്കേണ്ടത് പിന്നെന്താണുള്ളത്? ജിഹാദാണുള്ളത്. അതിനെന്ത് വേണം? ആയുധങ്ങൾ വേണം. അതുകൊണ്ടാണ് റസൂലുകളെ ഇറക്കി അയച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരോടൊപ്പം കിതാബും ഹദീദും ഇറക്കിയിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം. ഒന്ന്, ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ; രണ്ട്, ശത്രുക്കൾക്കെതിരെ പോരാടാനുള്ള ആയുധമായിട്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ അധികാരവും ശക്തിയും സഹായവും നൽകിയാൽ മാത്രമാണ് ഏതൊരു കാര്യവും മനുഷ്യന് പൂർത്തീകരിക്കാൻ സാധിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് പോവാണ്, ഇനി ഒന്നുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ സഹായവും ശക്തിയും ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇത് തേടുന്നത്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഖുൽ, നബിയെ പറയുക, ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ, ഇതാ ഹഖ് വന്നെത്തിയിരിക്കുന്നു, ബാതിൽ മാഞ്ഞു പോയിട്ടുമുണ്ട്. ഇന്നൽ ബാതില കാന സഹൂഖ, തീർച്ചയായിട്ടും ബാതിൽ എന്താണ്? മാഞ്ഞു പോകേണ്ടത്, നശിക്കേണ്ടത് തന്നെയാണ്. ഇത് കുഫാറുകൾക്കുള്ള, ഖുറൈശികളായിരുന്ന കുഫാറുകൾക്കുള്ള ഏറ്റവും വലിയ താക്കീതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവരിലേക്ക് എത്തിച്ചു കൊടുത്തത് ഒരു സംശയവുമില്ലാത്ത വിധം അംഗീകരിക്കാൻ സാധിക്കുന്ന ഹഖാണ്. ഒരു സംശയമില്ലാത്ത വിധത്തിൽ ശിർക്കിലും കുഫറിലും തെമ്മാടിത്തരങ്ങളിൽ മുഴുകിയിരുന്ന ആളുകളോട് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിലേക്ക് ഒരു ഇടനിലക്കാരനോ ശുപാർശകനോ ആവശ്യമില്ല, അള്ളാഹുവിലേക്ക് ഒരു പങ്കുകാരന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹഖ് വന്നപ്പോൾ, യഥാർത്ഥ രൂപത്തിലുള്ള വഹി വന്നപ്പോൾ, ഖുർആൻ ഇറക്കിയപ്പോൾ, ഈമാൻ ഇറക്കിയപ്പോൾ, ഇൽമ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവരത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ആ ഹഖ് വന്നോടുകൂടി എന്ത് നശിക്കുകയാണ്? ബാത്തിലായിട്ടുള്ള അവരുടെ വാദങ്ങൾ അവിടെ നശിച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിൽ പറയുന്നുണ്ട്, ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ, അല്ലാഹു പറയുന്നു, നാം ഹഖിനെ കൊണ്ട് ബാത്തിലിന്റെ മേലെ എറിയുകയാണ്. ഫയദ്മഗുഹു, ആ ബാത്തിൽ അവിടെ നശിച്ചു പോകും. ഏത് കാലത്തിലും സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ചിട്ടുള്ള ഹഖ് അഥവാ ഖുർആൻ കൊണ്ടും ഈ ദീന് കൊണ്ടും ബാത്തിലായിട്ടുള്ള ഏതൊന്നിനു മുമ്പിൽ നമ്മൾ നിന്നാലും നമുക്ക് അവരെ തകർക്കാൻ സാധിക്കും. അത് ഷിർക്കിന്റെ ആളുകളാവട്ടെ, കുഫറിന്റെ ആളുകളാവട്ടെ, നിരീശ്വരവാദത്തിന്റെ ഇൽഹാദിന്റെ ആളുകളാവട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെല്ലാം വാദങ്ങളുണ്ടോ, ആ ബാത്തിലുകളെ എന്തെല്ലാം വന്നാലും ഈ ദീന് കൊണ്ടും ഈ വഹി കൊണ്ടും നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ നമുക്ക് സാധിക്കും. കാരണം അത്രയും ഹക്കായിട്ടുള്ളത് ഇത് മാത്രമാണ്. പല ആളുകൾക്കും ഒരു പേടിയുണ്ടാവും, ഈ ഇൽഹാദിന്റെ ആളുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുഫറിന്റെ ആളുകൾ അവര് ബാത്തിലുമായിട്ട് വരുമ്പോൾ ഈ ദീന് കൊണ്ട് എങ്ങനെയാണ് നിൽക്കുക? ഈ ദീന് ഹക്കാണ്. ഒരിക്കലും ഈ ദീനിനെ തകർക്കാൻ ഒരു ബാത്തിലിനും സാധിക്കില്ല. അള്ളാഹു പറയാണ്, ഹക്കിനെ കൊണ്ട് ബാത്തിലിന്റെ മേലെ എറിയുന്നു, ബാത്തിൽ തകർന്നു പോകുന്നു, അതാ മാഞ്ഞു പോകുന്നു, ആ ബാത്തിൽ നശിച്ചു പോകുന്നു എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ
ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന മഹത്തായ ഒരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത, മക്കം ഫത്ഹ് കഴിഞ്ഞിട്ട്, മക്ക വിജയം മുസ്ലിമുകളുടെ കീഴിലായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിച്ചു. വഹൗലൽ ബൈതി 60 و300 നുസുബിൻ, ആ കഅബയുടെ ചുറ്റുമായിക്കൊണ്ട് അന്ന് 360ഓളം ബിംബങ്ങൾ നിൽക്കുന്നുണ്ട്. 360ഓളം നാട്ടകൾ അഥവാ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളെ പോലെ 360ഓളം കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഫജഅല യത്അനുഹാ ബിഊദിൻ ഫീ യദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഓരോന്നിനെയും തട്ടി താഴത്തേക്ക് ഇടാൻ തുടങ്ങി. ആ വിഗ്രഹങ്ങളെ അതിനെ തട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വയഖൂൽ, ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നു, ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ, ഹഖ് ഇദാ എത്തിയിരിക്കുന്നു, ബാത്തിൽ ഇദാ മാഞ്ഞു പോകുന്നു. ഇന്നൽ ബാത്തില കാന സഹൂഖ, തീർച്ചയായിട്ടും ബാത്തിൽ എന്താണ്, നശിച്ച് പോകാനുള്ള കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലുള്ള ഹഖിനെ ഒരിക്കലും അതിൽ നമുക്ക് എന്ത് വേണ്ട, ഒരു സംശയമോ ഒരു പേടിയോ ഒരു നിരാശയോ വേണ്ട. ഈ ഹഖ് കൊണ്ട് ബാത്തിലുകൾ എന്തായാലും നശിക്കും. ഈ ഹക്കിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു ബാത്തിലും സാധിക്കില്ല. കാരണം അത്രത്തോളം ശരിയായിട്ടുള്ള ദൃഢമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ദീന്, നമ്മുടെ ഖുർആൻ, അതുപോലെ തന്നെ എല്ലാം സുന്നത്താവട്ടെ എന്തുമാവട്ടെ. അതുകൊണ്ട് ധൈര്യത്തോടുകൂടി നമുക്ക് ഏത് ബാത്തിന്റെ മുമ്പിലും നിൽക്കാൻ അവർ തകർന്നു പോകുമെന്ന് അറിയിക്കുന്ന വാക്കുകളാണത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദു الظാലിമീന ഇല്ലാ ഖസാറാ. വനുനസ്സിലു മിനൽ ഖുർആൻ, ഈ ഖുർആനിൽ നാം ഇറക്കുന്നു, മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ശിഫാ ഉണ്ട്, അതിൽ റഹ്മത്തുണ്ട്, അതിൽ വലാ യസീദു الظാലിമീന ഇല്ലാ ഖസാറാ, പക്ഷേ വാലിമീങ്ങൾക്ക്, അക്രമം ചെയ്യുന്നവർക്ക്, അവർക്ക് നിരാശയല്ലാതെ ഖേദമല്ലാതെ ഒന്നും വർദ്ധിക്കുന്നില്ല, നാശമല്ലാതെ ഒന്നും ഇതുകൊണ്ട് വർദ്ധിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത് ഖുർആനിനെ പറ്റി പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ നേരത്തെ ബാത്തിലിനെ തകർത്ത് കളയുന്ന ഹക്കാണെന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു തരത്തിലും ഒരു ബാത്തിലും ഉൾക്കൊള്ളാത്ത ഏറ്റവും ഹക്കായിട്ടുള്ള കാര്യമാണ് ഖുർആൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാവട്ടെ മുസ്ലിമീങ്ങൾക്കാവട്ടെ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഏറ്റവും ശക്തമാക്കുന്ന കാര്യമാണ് ഖുർആൻ എന്നുള്ളത്. അപ്പൊ ആ ഖുർആൻ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷിഫാഉൻ റഹ്മത്തുമാണ്. ഷിഫാ ആണ്, റഹ്മത്താണ്. ഖുർആനെ പറ്റി ധാരാളം സന്ദർഭങ്ങളിൽ അല്ലാഹു തആല വിശേഷിപ്പിച്ചിട്ടുള്ള രണ്ട് വിശേഷണങ്ങളാണ്. ഒന്ന് അത് ഷിഫാ ആണ്, രണ്ടത് റഹ്മത്താണ്. എന്താ ഷിഫാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷിഫാ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഷിഫ എന്ന് പറഞ്ഞാൽ പൊതുവെയുള്ള അർത്ഥം എന്താ? ശമനം എന്നുള്ളതാണ്. അപ്പൊ ഒരാളുടെ കൽബിന് ബാധിക്കുന്ന ധാരാളം രോഗങ്ങളുണ്ട്. കൽബിന് ബാധിക്കുന്ന രോഗങ്ങൾ, ശക്കുകൾ ഉണ്ടാകാം, ചില ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള നിഫാഖിന്റെ അംശങ്ങൾ ഉണ്ടാകാം, ഷിർക്കിന്റെ അംശങ്ങൾ കയറാം, റിയാ ഉണ്ടാകാം, സുബ്അത്ത് ഉണ്ടാകാം, അതല്ലെങ്കിൽ ഷഹ്വത്തുകൾ, അതിനോടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകാം, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങൾ. ഇതെല്ലാം കൽബിന് ബാധിക്കുന്ന രോഗങ്ങളാണ്. കൽബിന് ബാധിക്കുന്ന രോഗങ്ങളാണ്. അസൂയയാവട്ടെ, അതുപോലെ തന്നെ ഏത് പലതരത്തിലുള്ളതാവട്ടെ, അതെല്ലാം കൽബിന് ബാധിക്കുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങൾക്കൊരിക്കലും ഏതെങ്കിലും ആശുപത്രിയിലോ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചികിത്സ നടത്താനോ പറ്റുമോ? പറ്റില്ല. ഇതിനൊന്നും വേറെ എവിടെ നമുക്ക് ശിഫ കിട്ടില്ല. ഇതെന്തിൽ മാത്രമേ കിട്ടുള്ളൂ? ഖുർആനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഖുർആനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള മഹത്തായ ഒരു കാര്യമാണ്. കൽബിന് ബാധിക്കുന്ന രോഗങ്ങൾക്ക്, ശരീരത്തിന് വേറൊരു വിഷയമുണ്ട്, പക്ഷെ കൽബിന് ബാധിക്കുന്ന രോഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ശിഫ അത് ഖുർആനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പല സഹോദരങ്ങളും മുസ്ലിമീങ്ങൾ, ധാരാളം ആളുകൾ കൽബിന് ഇതുപോലെ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർ ഖുർആനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തണം, എന്നാൽ മാത്രമേ അതിൽ നിന്ന് ഒരു ശിഫ ലഭിക്കുകയുള്ളൂ. ഖുർആൻ പാരായണം ചെയ്യണം, അതുപോലെ തന്നെ ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളെ കുറിച്ച് ആലോചിക്കണം,
ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള മുൻഗാമികളുടെ അവർക്ക് അള്ളാഹു നൽകിയ സഹായങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. ഖുർആനിന്റെ കൽപ്പനകൾ എന്തൊക്കെയാണ്, വിരോധനങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ആലോചിക്കുമ്പോൾ നമ്മുടെ കൽബിന് ബാധിക്കുന്ന രോഗം എന്താണോ അതിനുള്ള ശിഫ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റഹ്മത്ത് എന്നുകൊണ്ട് ഉദ്ദേശം ഈ ഖുർആൻ കൊണ്ട് ഒരടിമയ്ക്ക് ഈമാൻ നേടിയെടുക്കാൻ സാധിക്കും. ഹിക്മത്ത്, ഒരുത്തിന് അറിവ്, അത് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഖൈറുകൾ, ധാരാളം നന്മകൾ ഖുർആൻ കൊണ്ട് ലഭിക്കും. അത് ഇതിനെ സത്യത്തോടുകൂടി പിൻപറ്റുന്ന ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ കൽബിന് ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ശിഫ ആണ്. അതേസമയം എല്ലാ ഖൈറുകളും നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന റഹ്മത്തുമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. എന്നാൽ ഇത് എല്ലാവർക്കും ഒരേപോലെയാണോ? എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണോ? അല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ലിൽ മുഅ്മിനീൻ, മുഅ്മിനീകൾക്കാണത്. ഖുർആനിനെ സത്യപ്പെടുത്തുന്ന, അതിനെ പിൻപറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ നേട്ടങ്ങൾ പൂർണ്ണമായി ലഭിക്കുക. അതിനോട് യാതൊരു രീതിയിലും അംഗീകരിക്കാതെ പിന്തിരിഞ്ഞ് നടക്കുന്ന, ആ ഖുർആൻ കേൾക്കാനോ അത് മനസ്സിലാക്കാനോ തയ്യാറാകാതെ അതിനെ പുച്ഛത്തോടുകൂടി എതിർത്ത് നിൽക്കുന്ന ആളുകൾ, അവർക്കൊരിക്കലും അതിൽ നിന്ന് ലഭിക്കില്ല, ശിഫാവോ റഹ്മത്തോ ലഭിക്കില്ല. എന്തെങ്കിലും അവൻ ഖൈറിനെ തേടണം, അവൻ ഉദ്ദേശിക്കണം, എന്നാലാണ് അവൻ അതിനുള്ള വഴിയൊരുക്കുക. ധാരാളം ആയത്തുകളിൽ അത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിൽ പറയുന്നു, ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. നബിയെ പറയുക, വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് നേർമാർഗവും ശിഫാവുമാണ്. വല്ലദീന ലാ യുഅ്മിനൂന, എന്നാൽ വിശ്വസിക്കാത്ത ആളുകൾ, ഈമാനില്ലാത്ത കുഫാറുകൾക്ക് ഫീ ആദാനിഹിം വഖ്റുൻ വഹുവ അലൈഹിം അമാ, അവരുടെ കാതുകളിൽ ഒരു മൂടിയിട്ടിരിക്കുകയാണ്, അവർ അതിൽ അന്ധരാണ്, അവരതിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കുന്നില്ല. ഉലൈക യുനാദൗന മിൻ മക്കാനിൻ ബഈദ്, വിദൂരമായൊരു കാര്യത്തേക്ക് വിളിക്കുന്ന പോലെയാണ് അവർ. മറ്റൊരായത്തിൽ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ, ഒരു സൂറത്ത് ഇറക്കപ്പെട്ടാൽ, ഖുർആനിൽ ഒരു സൂറത്ത് ഇറക്കപ്പെട്ടാൽ, ഫമിൻഹും മൻ യഖൂൽ, അവരിൽ ചില ആളുകൾ പറയും, അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന, ഈ സൂറത്ത് കൊണ്ട്, ഈ ആയത്ത് കൊണ്ട് ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്, ആർക്കാണ് ഈമാനിൽ വർധനവുണ്ടായത്? ഫഅമ്മല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ, അവരുടെ അവസ്ഥ എന്താണ്? ഫസാദത്തുഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ, അവരെ ഈമാൻ വർദ്ധിക്കും, അവർ അതുകൊണ്ട് സന്തോഷിക്കുന്ന ആളുകളായിട്ട് മാറും. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, എന്നാൽ കൽബിൽ വക്രതയുള്ള, കൽബിൽ നിഫാഖും ശിർക്കും കുഫ്റുമുള്ള ആളുകൾ, ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, അവരുടെ ആ കുഫ്റിനോട് കൂടുതൽ കുഫ്ർ വർദ്ധിക്കുന്ന, ആ തെമ്മാടിത്തനോട് കൂടുതൽ ദേഷ്യം വിദ്വേഷവും പകയും വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. വമാതു വഹും കാഫിറൂൻ, അവർ മരിക്കുന്നത് കുഫ്റിലായിക്കൊണ്ടായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഖുർആൻ ഉള്ളിൽ ഹഖിനെ തേടാൻ ആഗ്രഹിക്കുന്ന, നന്മ തേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈമാനുള്ള, ഏറ്റവും ഈമാനോടുകൂടി അതിനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് അവരെ ഈമാൻ വർദ്ധിക്കുന്ന, അവർക്ക് സഹായകമാകുന്ന, കാരുണ്യമാകുന്ന കാര്യമാണത്. പല ആളുകളും, നമ്മളിൽ തന്നെ പല ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, ചില സമയത്ത് നമുക്ക് ഭയങ്കരമായ ഗഫ്ലത്ത് തോന്നും, ഭയങ്കര ഗഫ്ലത്ത്, ദീനിനോട് അശ്രദ്ധ തോന്നും. ചിലപ്പോൾ നമ്മൾ സുന്നത്തുകളോടൊക്കെ ഒരു മടി തോന്നും, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഇൽമിന്റെ സദസ്സുകളിൽ ഇരിക്കുന്നതിന് മടി തോന്നും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ സമയങ്ങളിലെല്ലാം ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ കുറവായിരിക്കും. ഖുർആനുമായിട്ടുള്ള ബന്ധം വളരെ കുറവായിരിക്കും. ഖുർആനിലെ ബന്ധം എന്ന് പറഞ്ഞാൽ അതിനെ ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ഒരു അവസ്ഥ. ഇപ്പൊ റമദാനിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ, റമദാനിൽ നമ്മൾക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഏതൊരാൾക്കും, ഒരു മുഅ്മിനായിട്ടുള്ള ഏതൊരാൾക്കും റമദാനിൽ മറ്റുള്ളതിനേക്കാൾ റാഹത്തും സമാധാനവും കൽബിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അതിനുള്ള കാരണം? റമദാനിൽ നമ്മൾ ഖുർആൻ പാരായണം അധികമാണ്, ഖുർആൻ കേൾക്കുന്നത് അധികമാണ്, അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന അധികമാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ റമദാനിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഖുർആനുമായിട്ടുള്ള ബന്ധം എത്രത്തോളം നമ്മൾ വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധവും ശക്തമാകും. അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമായോ നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, സ്മരണ നമുക്ക് വർദ്ധിക്കും. കാരണം ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ഒരാൾ, അതിനെ ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ഒരാളുടെ അടുക്കൽ വരാൻ ശൈത്താൻ അറക്കും. ശൈത്താൻ ഖുർആൻ ഓതുന്ന ഒരാളുടെ അടുക്കലേക്ക് വരില്ല, ഭയങ്കര വെറുപ്പായിരിക്കും. അതായത് ഉറ്റാലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ.
അപ്പൊ ഖുർആനുമായിട്ടുള്ള ബന്ധം ശക്തമാണോ നമ്മുടെ ഖൽബിന് ശുബ്ഹത്തുകളിൽ നിന്നും ഷഹ്വത്തുകളിൽ നിന്നും ഒരു സംരക്ഷണം ലഭിക്കും. അതിനേക്കാൾ ഇൽമും ഹിക്മത്തും അത് ഉൾക്കാഴ്ചയും ബസീറത്തും വർദ്ധിക്കുകയും ചെയ്യും. അത് ഖുർആനിന്റെ മഹത്തായ ഒരു ശ്രേഷ്ഠതയാണ്. കാരണം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറഞ്ഞു. അപ്പോ ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താണ്? മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ എന്നുള്ളത് ഷിഫാവും റഹ്മത്തുമാണ്. ഷിഫ എന്ന് പറഞ്ഞാൽ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ശമനമാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം ഖൈറുകൾ ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ വാലിമീകൾക്ക്, ഗുൽമ ചെയ്യുന്ന ആളുകൾക്ക്, അക്രമികൾക്ക് അത് നിരാശയും ഖേദവുമാണ് ഉണ്ടാക്കുക. കാരണം അവരത് കേൾക്കുകയോ ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് അതിനോട് താല്പര്യമില്ല. അവർക്കതിനോട് യാതൊരുവിധ താല്പര്യവും ഇല്ല എന്നുള്ളതാണ് അതിലുള്ള കാര്യം. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഫിത്രത്തിയായിട്ടുള്ള ഒരു സ്വഭാവം, മനുഷ്യന് പൊതുവായിട്ടുണ്ടാകുന്ന ഒരു സ്വഭാവത്തെ പറ്റി പരാമർശിക്കുകയാണ്. വഇദാ അൻഅംനാ അലൽ ഇൻസാൻ, മനുഷ്യന്റെ മേലെ നാം വല്ല നിഅമത്തുകളും ചൊരിഞ്ഞാൽ, മനുഷ്യന് നിഅമത്തുകൾ ചൊരിഞ്ഞാൽ അഅറദ വനആ ബിജാനിബിഹി, അഅറദ അവൻ പിന്തിരിയുന്നു, അവൻ അവന്റെ വഴിക്ക്, അവന്റെ പാട്ടിന് അവൻ പോവുകയാണ്. വഇദാ മസ്സഹു അശ്ശറു, ഇനി അവൻ എന്തെങ്കിലും ഷർറ് ബാധിച്ചാലോ കാന യഊസ, അവൻ നിരാശനാവുകയാണ്. ഖുൽ, നബിയെ പറയുക, കുല്ലുൻ യഅമലു അലാ ശാകിലതിഹി, ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത്, അവരവരുടെ സമ്പ്രദായം, അവരവരുടെ ഒരു സ്ഥാനത്ത് നിന്നിട്ടാണ് അവർ അമലുകൾ ചെയ്യുന്നത്. ഫറബ്ബുക്കും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല, നിന്റെ റബ്ബ് ഏറ്റവും അറിവുള്ളവനാണ് ആരാണ് നേർമാർഗത്തിൽ എന്ന്. ഇതിൽ ആദ്യത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ് വഇദാ അൻഅംനാ അലൽ ഇൻസാൻ, മനുഷ്യന്റെ മേലെ നാം നിഅമത്ത് ചൊരിഞ്ഞാൽ അവൻ എന്താണ്? അഅറദ വനആ ബിജാനിബിഹി, അവൻ അവന്റെ പാട്ടിന് തിരിഞ്ഞു പോകുന്നു, അള്ളാഹുവിൽ നിന്ന് പിന്തിരിയുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അതായത് ഈമാനുള്ള ആളുകളെ പറ്റിയിട്ടല്ല, പൊതുവേ ഉള്ള മനുഷ്യരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൽ നിന്ന് നിഅമത്തുകൾ ലഭിക്കുന്ന അവസ്ഥയാണെങ്കിൽ, അവന് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, അവന് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, തൗഫീഖ്, ആരോഗ്യം, സമ്പത്ത്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അവൻ പിന്തിരിയുന്നു. എന്തിൽ നിന്ന് പിന്തിരിയുന്നു? അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നും അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിൽ നിന്നും പിന്തിരിയുന്നു. ഒരാബിജാനിബി, അവൻ അവന്റെ പാട്ടിന് അവന്റെ വഴിക്ക് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുക. അവൻ മനുഷ്യരുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. മനുഷ്യർ ധാരാളം എല്ലാ കാര്യം, ഇപ്പൊ ഏതൊരാളും ഈമാനോടുകൂടി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, പൊതുവെ ഇസ്ലാമിലുള്ള ഈമാൻ തഹ്ഖീഖ് ചെയ്യുന്ന ആളുകളല്ല, സാധാരണക്കാരനായ ഒരു മുസ്ലിമിന്റെ അവസ്ഥയിൽ അള്ളാഹുവിനോടുള്ള ആവശ്യക്കാരനാവുക എന്നുള്ളത് കുറയും. അള്ളാഹുവിലേക്ക് കൂടുതൽ ആവശ്യക്കാരനാവുക എന്നുള്ളത് കുറയും. കാരണം അവന് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നും ഉണ്ടാവില്ല, അവന്റെ എല്ലാ കാര്യവും നടക്കുന്നുണ്ടാവും, അവന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് നിലക്ക് അവന് പോകുന്നുണ്ടാവും. ഒരാളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കാത്ത ആളുകളുടെ അവസ്ഥയോ? അവർ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക തന്നെയില്ല, അവരവരുടെ പാട്ടിന് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയാണ് വഇദാ മസ്സഹു ശർറു, എന്നാൽ ഈ കൂട്ടർക്ക് ഷർറ് ബാധിച്ചാലോ കാന യഊസ, അവർ ഭയങ്കര നിരാശയിലായിരിക്കും. ഇപ്പൊ ദുനിയാവിന്റെ വിഷയങ്ങളിൽ മാത്രം മുഴുകുന്ന ആളുകളൊന്നും എടുത്തു നോക്കിയാൽ മതി, അവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവർ ഭയങ്കര നിരാശയിലായിരിക്കും. അവർക്കത് ക്ഷമിക്കാനോ അതിൽ അള്ളാഹു എന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കാനോ അവർക്ക് സാധിക്കില്ല. എന്നാൽ അവർക്ക് നിഅമത്തുകൾ വന്നാലോ അവർ അതിരുവിട്ട് സന്തോഷിക്കുന്ന അവസ്ഥയിലുമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് ആളുകളുടെ അവസ്ഥ ഉണ്ടാവുക. എന്നാൽ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അജബൽ ലിഅംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ അവസ്ഥ എന്താണ്? അത്ഭുതമാണ്. അവന്റെ എല്ലാ കാര്യവും ഖൈറാണ്. അവനൊരു സന്തോഷമുള്ള കാര്യം വന്നാൽ അവന്റെ അവസ്ഥ എന്താണ്? അവൻ നന്ദി കാണിക്കും. കാരണം ഖൈറല്ല, അവൻ എന്താണ്? നന്മയായി മാറും. ഇനി അവന് ബുദ്ധിമുട്ടുള്ള ഒരു മുസീബത്ത് ബാധിച്ചാലോ അവൻ എന്തായിരിക്കും? അവൻ ക്ഷമിക്കും, അവൻ ക്ഷമ അവലംബിക്കും, അതും അവന് ഖൈറായിരിക്കും. ഒരു മുഅ്മിനല്ലാതെ ഈ അവസ്ഥ ഉണ്ടാവൂല. ബാക്കിയുള്ള ആളുകളുടെ എല്ലാ അവസ്ഥ ഇങ്ങനെയാണ്. അവർക്ക് നിഅമത്തുകൾ ലഭിച്ചാൽ അവർ അള്ളാഹുവിനെ മറന്നുപോകുന്ന, അവർ ഇതെല്ലാം എന്റെ കഴിവുകൊണ്ട് ലഭിച്ചതാണ്, ഇതെല്ലാം എന്റേതാണ് എന്ന നിലയ്ക്ക് അവർ ജീവിതത്തിൽ മുന്നിട്ട് കൊണ്ടേയിരിക്കും. എന്നാൽ അവർക്ക് എന്തെങ്കിലും നഷ്ടം വന്നാലോ മുസീബത്ത് ബാധിച്ചാലോ അതിയായ ഖേദത്തിലായിരിക്കും. അവർ ക്ഷമിക്കാൻ അവർക്ക് സാധിക്കില്ല. അവർ ഒന്ന് കഴിഞ്ഞ ഒന്നായിട്ട് നിരാശയിലും ചിന്തയിലുമായിട്ട് അവർ മുഴുകിക്കൊണ്ടിരിക്കും. ഇത് പല ആയത്തുകളിൽ അള്ളാഹു അറിയിച്ചിട്ടുള്ള കാര്യമാണ്. സൂറത്ത് യൂനിസിൽ അള്ളാഹു തആല പറയുന്നുണ്ട് فلما كشفنا عنه ضره
മർറക അല്ലം യദ്ഉന ഇലാ ദുർരിൻ മസ്സ. അല്ലാഹു തആല പറയുന്നു ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു. ഒരു അടിമ, ആ അടിമക്ക് ബാധിച്ച ഒരു ദോഷം അത് നമ്മൾ ഒഴിവാക്കി കൊടുത്തു നോക്കുക. അല്ലാഹു പറയുന്നത് നമ്മൾ അത് ഒഴിവാക്കി കൊടുത്താൽ മർറക അല്ലം യദ്ഉന ഇലാ ദുർരിൻ മസ്സ, അവന് ബാധിച്ച ദുർറിൽ എന്നോടൊന്നും തേടാത്തവനെ പോലെയാണോ പിന്നെ ജീവിക്കുക. അതായത് ആളുകൾക്ക് പൊതുവായിട്ടുള്ളതാണ്. ഇപ്പൊ ഒരാൾ അള്ളാഹനെ അനുസരിക്കാത്ത ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഇസ്ലാമൊക്കെ ഉണ്ട്, പക്ഷെ അയാൾക്ക് എന്തെങ്കിലും ദോഷം ബാധിച്ചാൽ അയാൾ എന്താ ചെയ്യാ? വേറെ ആൾക്ക് സഹായം തേടാണ്ടാവില്ല, അയാൾ അള്ളാഹിന്റെ ഇതിലേക്ക് മടങ്ങും. മുശ്രിക്കുകളെ പോലെ അള്ളാഹിലേക്ക് നല്ല മടങ്ങും, നല്ല ദുആ ചെയ്യും, നല്ലതാവും. എന്നിട്ട് അതിന് പകരം ഒരു ഖൈറൊക്കെ വന്നു ചേർന്നാലോ അവന്റെ ജീവിതം പിന്നെ എങ്ങനെയായിരിക്കും? ഞാൻ അള്ളാഹിനോടൊന്നും ദുആ ചെയ്യാത്ത പോലെ, അള്ളാഹിന് ആവശ്യമില്ലാത്ത പോലെ ആയിരിക്കും ജീവിതം. ധാരാളം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എങ്ങനെയായിരിക്കണം? നമുക്ക് ഒന്നുമില്ലാത്തപ്പോൾ എങ്ങനെയാണോ നമ്മൾ അള്ളാഹുലേക്ക് ആവശ്യക്കാരനായത്, അതുപോലെ തന്നെ എല്ലാം ഉള്ളപ്പോഴും അള്ളാഹുലേക്ക് ആവശ്യക്കാരനായിരിക്കണം. അള്ളാഹു ആണ് എനിക്ക് നൽകുന്നത് എന്നുള്ള ബോധത്തിൽ അള്ളാഹുവിനോട് ചോദിക്കാനും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാകാനും അള്ളാഹുവിലേക്കുള്ള ഒരു ഇഫ്തിഖാർ അത് എപ്പോഴും ഒരുപോലെ ആവുക എന്നുള്ളൊരു മുഅ്മിന് മാത്രം കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. പക്ഷെ മുശ്രിക്കീങ്ങളുടെ അവസ്ഥ എന്താണ്? അവര് ശർറ് ബാധിച്ചാൽ അള്ളാഹുവിലേക്ക് മടങ്ങും. എത്രത്തോളം മക്കയിലെ മുശ്രിക്കുകളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? അവര് കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരെന്താവും? അള്ളാഹുവിനോട് മാത്രം ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യും. കരയിലെത്തിയാൽ ഫലമ്മാ നജ്ജാകും മിനൽ ബർരി അഅറദ്തും, അവരെന്ത് ചെയ്യും? തിരിഞ്ഞളയും. അവർ വീണ്ടും ശിർക്കിലും കുഫറിലുമായിട്ട് അവർ മടങ്ങിപ്പോകും. അങ്ങനെ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ബാധിക്കുന്ന ഖൈറാവട്ടെ ഷർറാവട്ടെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ അള്ളാഹു രേഖപ്പെടുത്തിയത്? സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? ലികൈ ലാ തഅസു അലാ മാ ഫാതഹും വലാ തഫറഹു ബിമാ ആതാകും. നഷ്ടപ്പെട്ടതിന്റെ കുറിച്ച് എന്തിനാ പാടില്ല? അധികമായി ദുഃഖിക്കാൻ പാടില്ല. കിട്ടിയതിന്റെ പേരിൽ അമിതമായി സന്തോഷിക്കാനും പാടില്ല. ആ ഒരു അള്ളാഹുമായി ബന്ധപ്പെട്ട് അള്ളാഹു നൽകിയതാണ്, അള്ളാഹു എടുക്കുന്നതാണ് എന്നുള്ള ബോധത്തിൽ ജീവിക്കാൻ സാധിക്കണം. പക്ഷെ അധികം മനുഷ്യർക്കും അങ്ങനെ സാധിക്കാറില്ല. അവർ അവരുടെ ഖൈറുകൾ അത് അവരിലേക്ക് ചേർത്തി പറയുകയും അതുപോലെ ഷർറുകൾ അത് എനിക്കെന്താണ് ഇങ്ങനെ ബാധിച്ച്, എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ ബാധിക്കുന്നത്, ആ വിഷയം പറഞ്ഞുകൊണ്ട് അവർ ഖേദത്തിലാവുകയും ചെയ്യുക എന്നുള്ളത് പൊതുവായിട്ടുള്ളതാണ്. മറ്റൊരായത്ത് സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല പറയുകയാണ് വലഇൻ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മതൻ, മനുഷ്യന് നമ്മിൽ നിന്ന് ഒരു കാരുണ്യം നാം ആസ്വദിപ്പിച്ചാൽ ثم نزعناها منه, അവനിൽ നിന്ന് അത് പിന്നെ എടുക്കുകയാണ്. ഒരു കാരുണ്യം നൽകി പിന്നെ അവനിൽ നിന്ന് അത് എടുക്കുകയാണ്. ഇന്നഹു ലയഊസുൻ കഫൂർ, അവൻ നന്ദി കെട്ടവനായിട്ട് നിരാശനായിട്ട് അവൻ മാറുകയാണ്. വലഇൻ അദഖ്നാഹു നഅമാ, അവനൊരു നിഅമത്ത് നാം നൽകുകയാണ്. ബഅദ ളറ, അവന് ബാധിച്ച ദോഷത്തിന് ശേഷം മസ്സത്ഹു ലയഖൂലൻ ذهب السيئات عني, അവൻ പറയും എനിക്കതാ എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്നു പോയിട്ടുണ്ട്, അതെന്നെ വിട്ടുപോയിട്ടുണ്ട്. ഇന്നഹു ലഫരിഹുൻ ഫഖൂർ, അവൻ പരിധി വിട്ട് ആഹ്ലാദിക്കുന്ന ഒരവസ്ഥയിലുമായിരിക്കും. ഇല്ലല്ലദീന സ്വബറു വഅമിലുസ് സാലിഹാത്ത്, ആരൊഴികെ? ക്ഷമ അവലംബിക്കുന്നവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും ഒഴികെ. ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അവർക്ക് മഗ്ഫിറത്തുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. ഈ ഒരു അവസ്ഥ സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാവരുത്. ദുനിയാവിൽ തീർച്ചയായിട്ടും നമുക്കിന്നൊരു ഖൈറുണ്ടോ, നാളെ എന്തെങ്കിലും ഒരു ഷർറ് ബാധിക്കാനുണ്ടാകും. ദുനിയാവിന്റെ നിയമം അത്. രാവും പകലും ഉണ്ടോ, തണുപ്പും ചൂടും ഉണ്ടോ, നമുക്ക് എന്തുണ്ടാകും? ആരോഗ്യമുള്ള സമയം ഉണ്ടാവും, രോഗമുള്ള സമയം ഉണ്ടാവും, സമ്പത്തുള്ള സമയം ഉണ്ടാവും, ദാരിദ്ര്യമുള്ള സമയം ഉണ്ടാവും. ഇത് ദുനിയാവിന്റെ നിയമമാണ്. ദുനിയാവിൽ ഉയർന്ന ഒരു കാര്യവുമില്ല അള്ളാഹുവിനെ താഴ്ത്താതെ. ഏതൊരു കാര്യം ദുനിയാവിൽ ഉയർന്നിട്ടുണ്ടോ അള്ളാഹു അതിനെ താഴ്ത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ എന്താ ഉണ്ടാവേണ്ടത്? ശുക്റും സ്വബറുമായിരിക്കണം ഉണ്ടാകേണ്ടത്. അതല്ലാതെ അല്ലാഹു തആല പൊതുവായിട്ടുള്ള നിഷേധികളായിട്ട് മനുഷ്യരെ പറ്റി പറഞ്ഞതുപോലെ അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ പരിധി വിട്ട് സന്തോഷിച്ച് അള്ളാഹുവിനെ മറന്നു പോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബാധിച്ചാൽ അതിൽ നിരാശനായി അള്ളാഹുവിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്. നന്ദിയുടെയും ക്ഷമയുടെയും ഇടയിലായിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം ഉണ്ടായിരിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയാണ് ഖുൽ കുല്ലുൻ യഅമലു അലാ ശാകിലതിഹി, നബിയെ പറയുക എല്ലാവരും അവരുടെ ഒരു സമ്പ്രദായം അനുസരിച്ചിട്ടാണ് അവർ
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷാക്കിലത്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അലാ നാഹിയതിഹി, അവരുടെ ഭാഗത്തായിക്കൊണ്ട്. മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു അലാ തബീഅതിഹി, അവരുടെ പ്രകൃതത്തിലായിക്കൊണ്ട്. ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞു അലാ നിയ്യതിഹി, അവരുടെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇബ്നു സൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞു അലാ ദീനിഹി, അവരുടെ ദീനിന്റെ അവസ്ഥയിൽ. അഥവാ ഓരോരുത്തരും അവരുടെ ഒരു സ്ഥാനത്താണ് അവർ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോ ഒരു മുഅ്മിൻ ചെയ്യുന്ന അമല്, അല്ലെങ്കിൽ ദീനിൽ ഉന്നതമായ പദവി എത്തിയിട്ടുള്ള ഒരു മുഹ്സിൻ, അവൻ ചെയ്യുന്ന അമല് അവന്റെ ഒരു സ്ഥാനത്താണ്. ഒരു മുഅ്മിൻ ചെയ്യുന്നത്, ഒരു മുസ്ലിം ചെയ്യുന്നത്, ഒരു മുനാഫിഖ് ചെയ്യുന്നത്, ഒരു കാഫിർ ചെയ്യുന്നത്, ഒരു മുശ്രിക്ക് ചെയ്യുന്നത്, ഇവരെല്ലാവരും അവരുടെ ഉദ്ദേശത്തിന്റെയും അവരുടെ ദീനിന്റെയും അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഈ ഓരോ കർമ്മങ്ങൾ അവർ ചെയ്തു കൂട്ടുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ ആയത്തിനെ അവസാനിപ്പിക്കുന്നിടത്ത് അല്ലാഹു പറയുന്നത് ഫറബ്ബുകും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല, നിന്റെ റബ്ബിനെ ഏറ്റവും നന്നായിട്ട് അറിയാം ആരാണ് ഏറ്റവും നേരായ മാർഗത്തിൽ നിന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുമ്പോ ഓരോ ആളുകളുടെയും സ്ഥാനം എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്, അവരെന്തിനാണ് അത് ചെയ്തത്, എന്ത് കാര്യത്തിലാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നെല്ലാം കൃത്യമായി അറിയുന്നവൻ ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതിനനുസരിച്ചായിരിക്കും അല്ലാഹു തആല പ്രതിഫലം നൽകുക. അതായത് ഒരു രീതിയിൽ ഒരു കാര്യവും അല്ലാഹുവിന്റെ അടുക്കൽ മറപ്പിക്കപ്പെട്ട അവസ്ഥയിൽ ഉണ്ടാവില്ല. അതായത് ചില ആളുകൾ ബാഹ്യമായി ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ചിലപ്പോൾ അവന്റെ ഉള്ളിൽ റിയാവ് മാത്രമായിരിക്കും. പക്ഷെ കാണുന്ന ആളുകൾക്ക് അറിയില്ല അവൻ എന്തുദ്ദേശത്തില ചെയ്തിട്ടുള്ളത് എന്ന്. ചില ആളുകൾ ഇഖ്ലാസോട് കൂടിയായിരിക്കും, കാണുന്ന ആളുകൾക്ക് അറിയില്ല അവൻ എന്തിനാ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അള്ളാഹു ആണ് ഏതൊരാൾ ചെയ്യുന്ന കർമ്മത്തിനെ കുറിച്ചും കൃത്യമായി അറിയുന്നവൻ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വയജ്സീ കുല്ല ആമിലിൻ ബിഅമലിഹി ഫഇന്നഹു ലാ യഖ്ഫാ അലൈഹി ഖാഫിയ, ഒന്നും മറച്ചു വെക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചവന് അതിനനുസൃതമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അതാണ് റബ്ബാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തും രീതിയിലുമായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ആരാണ് യഥാർത്ഥ രൂപത്തിൽ ചെയ്യുന്നത് എന്നറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് അല്ലാഹു തആല അറിയിക്കുകയാണ്. അപ്പൊ കർമ്മങ്ങൾക്ക് യഥാർത്ഥ രീതിയിലുള്ള പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ അറിയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് എന്നുള്ളത് റൂഹിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റൂഹിനെ പറ്റി ചോദിക്കുകയും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടിയുമെല്ലാമാണ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയ്ക്ക് വേണ്ടി കൽപ്പിച്ചതും അതുപോലെ തന്നെ ഹഖ് വിജയിക്കുമെന്നുള്ളതും ഖുർആൻ ശിഫാവും റഹ്മത്തുമാണ് എന്നുള്ളതും ആളുകളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരുടെ അള്ളാഹുവിന്റെ നിഅമത്തിലും അതുപോലെ തന്നെ പരീക്ഷണത്തിലും മനുഷ്യരുടെ വ്യത്യസ്ത അവസ്ഥകളും ഓരോരുത്തരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലവുമാണ് ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് 85-ാമത്തെ ആയത്ത് മുതൽ അടുത്ത ദിവസം നമുക്ക് നോക്കാം. അല്ലാഹു തആല അവന്റെ കലാമിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.